ദാ ചിനുക്കുട്ടനും ഉണ്ണിമോളും. ഒരിക്കൽ ഒരിടത്ത് ചിനുക്കുട്ടൻ എന്നൊരു തടിയൻ ആനക്കുട്ടി ഉണ്ടായിരുന്നു. ചിനുക്കുട്ടന് കളിക്കാനും ചിരിക്കാനും കൂട്ടുകാരോടൊപ്പം കറങ്ങാനും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു. അവന്റെ കൂട്ടുകാരിയായിരുന്നു മിടുക്കിയുറുമ്പുണ്ണിമോൾ. ഉണ്ണിമോൾക്ക് എവിടെയെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വന്നാൽ ഓടി വരും ചിനുക്കുട്ടൻ്റെ അടുത്തേക്ക്. ചിനുക്കുട്ടനാണെങ്കിൽ തുമ്പിക്കൈ നീട്ടി ഉണ്ണിമോളെ തലോടി സമാധാനിപ്പിക്കും. അവൾക്ക് അത് നല്ല ഇഷ്ടമായിരുന്നു. ചിനുക്കുട്ടന്റെ തുമ്പിക്കൈയിലെ തലോട് നല്ല സ്പർശമായിരുന്നു. ഒരു ദിവസം ചിനുക്കുട്ടൻ സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ കുഞ്ഞൻ കുരങ്ങൻ കുട്ടൻ കുഞ്ഞ് ഒരു മിഠായിയുമായി നിൽക്കുന്നു. കുട്ടൻ കുഞ്ഞ് ചിനുക്കുട്ടനെ അടുത്തേക്ക് വിളിച്ചു. ചിനുക്കുട്ടാ, ഇത് നിനക്കുള്ള മിഠായിയാണ് എന്ന് പറഞ്ഞ് ചിനുക്കുട്ടന്റെ വയറ്റിൽ ഒറ്റ കുത്തു കൊടുത്തു. അയ്യോ എന്ന് നിലവിളിച്ച് ചിനുക്കുട്ടൻ. അവനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് നല്ല സ്പർശമായിരുന്നില്ല. അവന് വേദനിച്ചു, കരച്ചിൽ വന്നു, ദേഷ്യം വന്നു. ഉടനെ ചിനുക്കുട്ടനോടിപ്പോയി ഉണ്ണിമോളോട് കാര്യം പറഞ്ഞു. ഉണ്ണിമോളെ, കുട്ടൻ കുഞ്ഞിന്റെ വയറ്റിൽ കുത്തി, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ണിമോൾ ചിനുക്കുട്ടന്റെ തുമ്പിക്കൈയിൽ മെല്ലെ തലോടി. സാരമില്ല ചിനുക്കുട്ടാ, ചില സ്പർശങ്ങൾ നല്ലതായിരിക്കും. നമുക്ക് സന്തോഷം തരുന്ന സ്പർശങ്ങൾ, അതാണ് നല്ല സ്പർശം. അമ്മ നമ്മളെ തലോടുന്നത്, കൂട്ടുകാർ കൈപിടിക്കുന്നതും ഒക്കെ നല്ല സ്പർശമാണ്. പിന്നെ എന്താണ് ചീത്ത സ്പർശം? ചിനുക്കുട്ടൻ ചോദിച്ചു. ചീത്ത സ്പർശം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്പർശം, നമുക്ക് വേദനിക്കുന്ന സ്പർശം, പേടി തോന്നുന്ന സ്പർശം. കുട്ടൻ കുഞ്ഞ് നിന്നെ കുത്തിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അത് ചീത്ത സ്പർശമാണ്. ഉണ്ണിമോൾ പറഞ്ഞു. ഓഹോ, അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്നെ തൊട്ടാൽ? ചിനുക്കുട്ടൻ സംശയത്തോട് ചോദിച്ചു. അതേ ചിനുക്കുട്ടാ, നിനക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നിന്നെ എവിടെയെങ്കിലും മോശമായി തൊട്ടാൽ നീ ഉടനെ വേണ്ട എന്നുറക്കെ പറയണം. എന്നിട്ട് അപ്പോൾ തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ ടീച്ചറുടെയോ അടുത്ത് പോയി കാര്യം പറയണം. മനസ്സിലായോ? ഉണ്ണിമോൾ ഗൗരവത്തോടെ പറഞ്ഞു. ചിനുക്കുട്ടൻ തലയാട്ടി. മനസ്സിലായി ഉണ്ണിമോളെ, എനിക്കിഷ്ടമില്ലാത്ത സ്പർശം ചീത്ത സ്പർശമാണ്. അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഉടനെ വേണ്ട എന്ന് പറയും. എന്നിട്ട് വലിയവരുടെ അടുത്ത് പോയി കാര്യം പറയും. അത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് സന്തോഷമായി. അവൻ ചിനുക്കുട്ടന്റെ തുമ്പിക്കൈയിൽ ഒന്നുകൂടെ തലോടി. മിടുക്കൻ ചിനുക്കുട്ടൻ. പിന്നീട് ഒരു ദിവസം കുട്ടൻ കുഞ്ഞ് ചിനുക്കുട്ടന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കവിളിൽ നുള്ളാൻ ശ്രമിച്ചു. അപ്പോ തന്നെ ചിനുക്കുട്ടൻ വേണ്ട എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. കുട്ടൻ കുഞ്ഞ് പേടിച്ച് പിന്നോട്ട് മാറി. ചിനുക്കുട്ടൻ ഓടിപ്പോയി അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ചിനുക്കുട്ടനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. നല്ല കുട്ടിയാണല്ലോ എന്റെ മോൻ, നിനക്ക് ഇഷ്ടമില്ലാത്തതാരെങ്കിലും നിന്നെ ചെയ്താൽ നീ ഉടനെ എന്നോട് പറയണം. അങ്ങനെ ചിനുക്കുട്ടനും അവന്റെ കൂട്ടുകാരും നല്ല സ്പർശവും ചീത്ത സ്പർശവും എന്താണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല കൂട്ടുകാരെ? ഇഷ്ടമില്ലാത്ത സ്പർശമുണ്ടായാൽ മിണ്ടാതിരിക്കരുത്, ഉറക്കെ പറയണം. ഇതുപോലുള്ള നല്ല കുഞ്ഞു കുഞ്ഞു കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.